അങ്ങനെ കൺഫേംഡ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് വന്നിരിക്കുകയാണ്. നന്ദന ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായിരിക്കുന്നു. തൊട്ടുപിറകെ സായിയും പുറത്തു പോകുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. എന്തായാലും ഇന്നത്തെയും നാളത്തെ എപ്പിസോഡ് ഇന്ന് തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് എപ്പിസോഡ് ഫുൾ ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. 2 എവിക്ഷനാണ് ഉള്ളതെങ്കിൽ തൊട്ടുപിറകെ സായി ആണ് പോകാനായിട്ട് സാധ്യത കൂടുതൽ. ഇവർക്ക് രണ്ടുപേർക്കുമാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഏറ്റവും കുറവ് വോട്ടുള്ളത്. നിലവിലുള്ള 10 കണ്ടസ്റ്റൻസിൽ 7 പേരാണ് ഈ വീക്ക് നോമിനേഷൻ ഉണ്ടായിരുന്നത്. അർജുൻ, ജിൻഡോ, സിജോ ഇവര് 3 പേരും മാത്രമാണ് എലിമിനേഷനിൽ ഇല്ലാതിരുന്നത്. ബാക്കി 7 പേരും എലിമിനേഷനിൽ ഉണ്ടായിരുന്നു. ശരിക്കും നന്ദന ഈ വീക്ക് പോവാൻ പ്രധാന കാരണം തന്നെ നന്ദനയും സായും സിജോയും തമ്മിലുള്ള ആങ്ങള പെങ്ങൾ കളി തന്നെയായിരുന്നു. പെങ്ങളൂട്ടി ആങ്ങള കളി പ്രേക്ഷകർക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഏറ്റവും പ്രധാനമായിട്ട് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിലും അവരാ ഗെയിം കൊണ്ടുവന്നു, ഗ്രൂപ്പായി കളിച്ചു. ഏറ്റവും മോശമായിട്ട് ഈ വീക്ക് കളിച്ചത് സായി തന്നെയാണെന്ന് പറയാം. എല്ലാവരുടെ അടുത്തും നടന്ന് വിഷം തുപ്പിക്കൊണ്ടിരുന്ന സായിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ബിഗ് ബോസിലേക്ക് വന്നു, സായി കൃഷ്ണയെ ഞാൻ കണ്ടെത്തി, നല്ലൊരു മനുഷ്യനായി, ഒരു പ്യുവർ സോളായി എന്നൊക്കെയാണ് സായി പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ വെറും മോശപ്പെട്ട ഒരാളായിട്ടാണ് കഴിഞ്ഞ വീക്കിൽ മുഴുവൻ സായിയെ കാണാൻ പറ്റിയത്. സായിയുടെയും സിജോയുടെയും നന്ദനയുടെയും ശരിക്കുള്ള റിയൽ ഫേസ് ആണ് കഴിഞ്ഞ വീക്കിലെ ഗെയിമിൽ നമുക്ക് കാണാൻ പറ്റിയത്. എന്തായാലും അങ്ങനെയുള്ള ആങ്ങള പെങ്ങളൂട്ടി കളിയില്ലായിരുന്നെങ്കിൽ നന്ദന പിന്നെയും ബിഗ് ബോസിൽ തുടർന്നേനെ. നേരത്തെ തന്നെ അഭിഷേക് നന്ദനയ്ക്ക് വാണിംഗ് കൊടുത്തിരുന്നു, സിജോ നിന്റെ കൂടെ കൂടുന്നത് ഒരിക്കലും നിന്നെ സേഫ് ആക്കാനല്ല, നിന്നെ സേഫ് ആക്കിയിട്ട് അയാൾക്ക് ഒരു കാര്യവുമില്ല, പുറത്തൊരു ഹീറോയിസം കാണിക്കാൻ വേണ്ടി മാത്രമാണ് അയാൾ അങ്ങനെ ചെയ്യുന്നത് എന്ന് അഭിഷേക് നന്ദനയ്ക്ക് നേരത്തെ തന്നെ വാണിംഗ് കൊടുത്തിരുന്നു. പണപ്പെട്ടി അങ്ങനെ എടുപ്പിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ എല്ലാവരോടും അത് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇത് പാവപ്പെട്ട ഒരു കുട്ടീനെ സഹായിക്കുന്ന രീതിയിൽ ഒരു ഹീറോയിസം കാണിക്കാൻ വേണ്ടിയാണ് സിജോ ചെയ്തത്. ജിൻഡോനെ ഞാൻ കപ്പെടുപ്പിക്കില്ല എന്ന് വരെ കഴിഞ്ഞ ദിവസം സായി ഇരുന്ന് പറയുന്ന കേട്ടു. സായിയുടെ പറച്ചിൽ കേട്ട സായിയാണ് ബിഗ് ബോസിന്റെ വിന്നറെ തീരുമാനിക്കുന്നത് എന്നാണ് നമുക്ക് തോന്നുന്നത്. നന്ദന ഇവരുടെ രണ്ടുപേരുടെയും കൂടെ കൂടാതെ ഒറ്റയ്ക്ക് തന്നെ കളിച്ചിരുന്നെങ്കിൽ ശരിക്കും നന്ദന ഇനിയും മുന്നോട്ട് പോകേണ്ട ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. കൂടുതൽ അപ്ഡേറ്റ്സിനായി സബ്സ്ക്രൈബ് ചെയ്യൂ.